ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പ്ലസ് ടു റിസൾട്ട് 2024 ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. പ്ലസ് ടു റിസൾട്ട് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കഴിഞ്ഞ മാർച്ചിലും അതിന് മുന്നത്തെ മാർച്ചിലും നമ്മൾ പരീക്ഷാ പേപ്പറിൽ എഴുതിയ ആൻസറിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന മാർക്കിൻ്റെ ഒരു റിസൾട്ടാണ്. പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടും പ്ലസ് ടുവിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ CE മാർക്കും ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അതും എല്ലാം കൂട്ടിയിട്ടുള്ള ഒരു മാർക്കാണ് റിസൾട്ടായിട്ട് വരുന്നത്. അല്ലാതെ നാം എന്ന വ്യക്തിയെ കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്ത ഒരു റിസൾട്ടാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെ ഉള്ളിലും ഒത്തിരി ടാലൻസ് ഉണ്ട്. അതിൽ ഒന്നായ പഠിച്ച് പരീക്ഷ എഴുതുക എന്നുള്ള ആ ഒരു സ്കില്ലിനെ മാത്രം ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളൊരു റിസൾട്ടാണ് വരുന്നത്. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, റിസൾട്ട് വരുമ്പോൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികൾ 1200 വാങ്ങിയവരുണ്ടായേക്കാം, ഫുൾ A+കാരുണ്ടായേക്കാം, ഫുൾ A കിട്ടിയവരുണ്ടായേക്കാം, 5A+ ഉണ്ടായേക്കാം, ജസ്റ്റ് പാസ് മാർക്ക് വാങ്ങിയവരുണ്ടാവാം, ചിലപ്പോൾ ഫെയിലായവരും ഉണ്ടായേക്കാം. അതുകൊണ്ട് അതായത് ഫുൾ മാർക്ക് വാങ്ങിയവരും ഫുൾ A+ വാങ്ങിയവരും നമ്മളെല്ലാം പെർഫെക്റ്റാണ്, എല്ലാത്തിലും മിടുക്കരാണ്, ടോപ്പാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അതുപോലെ തന്നെ ഫെയിലായ കുട്ടികൾ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല. തെറ്റിദ്ധാരണ തന്നെയാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. ഇത് നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതിയതിൻ്റെ അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലറായി നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഉയർന്ന ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കൂടിയിട്ടുള്ള ഒരു റിസൾട്ട് മാത്രമാണ്. അല്ലാതെ നമ്മുടെ ലൈഫിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള, നമ്മുടെ സ്കില്ലിനെ കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള, നാം എന്ന വ്യക്തിയെ മുഴുവനായി വിലയിരുത്തിയിരിക്കുന്ന ഒരു റിസൾട്ടാണ് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എന്ന് വെച്ച് നമ്മുടെ പ്ലസ് ടു റിസൾട്ടിനൊന്നും ഒരു വിലയും ഇല്ല എന്ന് കരുതരുത്. തീർച്ചയായിട്ടും വിലയുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഇനി ഉന്നത പഠനത്തിലേക്ക് പോകണമെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ഡിഗ്രി എഡ്യൂക്കേഷനിലേക്ക് പോകണമെങ്കിൽ ഈ പ്ലസ് ടു റിസൾട്ടിൻ്റെ മാർക്കിന് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ ഈ വർഷമാണെങ്കിൽ നമ്മുടെ നഴ്സിംഗ് കോഴ്സസിനും അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിന് ഒരു 50% വെയിറ്റ്, അതുപോലെ ആർക്കിടെക്ചറിനും ഒക്കെ 50% വെയിറ്റേജ് കിട്ടുന്നതിനുമൊക്കെ മാർക്കിന് പ്രാധാന്യമുണ്ട്. എന്നാൽ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ അവിടെ എഴുതിയിരിക്കുന്ന എൻട്രൻസ് എക്സാമിൻ്റെ മാർക്ക് മാത്രമാണ് നോക്കുന്നത്. ഇപ്പോൾ പ്ലസ് ടു മാർക്കിന് പ്രാധാന്യമുണ്ട്. അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകുമ്പോൾ മാർക്ക് പരിഗണിക്കുന്ന മേഖലയിൽ ഈ മാർക്കിന് പ്രാധാന്യമുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല, മറ്റു പല ക്രൈറ്റീരിയകളും അവിടെയൊക്കെ വിജയിക്കാൻ വേണ്ടി നമുക്ക് അത്യാവശ്യമാണ് എന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്തായാലും റിസൾട്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഏവരും പ്രതീക്ഷിക്കുന്ന സന്തോഷപ്രദമായ റിസൾട്ട് തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ, ഞാൻ എഴുതിയിട്ടും എനിക്ക് മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ നമുക്ക് വീണ്ടും പ്രൊവിഷനുണ്ട്, റീവാലുവേഷന് കൊടുക്കാം. ഫെയിലായവർക്കാണെങ്കിൽ ഈ വർഷം നഷ്ടപ്പെടാതെ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ എക്സാം എഴുതാനുള്ള പ്രൊവിഷനുണ്ട്. മാർക്ക് പ്രതീക്ഷിച്ച വിധം കഴിഞ്ഞ എക്സാമിന് പെർഫോം ചെയ്യാത്തവരെ ഇമ്പ്രൂവ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ഒരു പേപ്പർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതും നമ്മുടെ അടുത്ത കോഴ്സിലേക്ക് പോകുമ്പോൾ ആ മാർക്ക് ഇമ്പ്രൂവ് ആയ മാർക്ക് കൂടി പരിഗണിക്കുകയും ചെയ്യും. അപ്പോൾ അവസരങ്ങൾ ഒരുപാടുണ്ട്. എല്ലാത്തിനെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ റിസൾട്ട് വന്നു കഴിയുമ്പോൾ തീർച്ചയായും പ്രതീക്ഷിച്ച നല്ല സന്തോഷിക്കാൻ പറ്റുന്ന റിസൾട്ടാണെങ്കിൽ തീർച്ചയായും സന്തോഷിക്കുക. അല്ല, അത് ഇത്തിരി മോശമാണെന്ന് തോന്നുകയാണെങ്കിലും അതിൽ സമാധാനിക്കുക, ആശ്വസിക്കുക, അടുത്ത സ്റ്റെപ്പ് നമ്മൾ നോക്കുക. ഇതൊന്നിൻ്റെയും അവസാനമല്ല എന്ന് മനസ്സിലാക്കുക. ഇനി അങ്ങോട്ട് നമുക്ക് സാധ്യമാവുന്ന കരിയർ ഓറിയൻറ്റഡായ കോഴ്സിലേക്ക് തന്നെ എത്രയും പെട്ടെന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ കരിയർ എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്തുകൊണ്ട് നമ്മൾ സെൽഫ് സഫിഷ്യൻ്റായി, സ്വയം പര്യാപ്തമായി, ഫിനാൻഷ്യലി സെറ്റിൽഡായി വേറൊരു ഹയർ ലെവൽ ലൈഫിലേക്ക് പോകാനുള്ളൊരു പ്രിപ്പറേഷനാണ് ഉണ്ടായിരിക്കേണ്ടത്. എന്തായാലും എല്ലാം നല്ലതായിരിക്കട്ടെ, നല്ല റിസൾട്ടായിരിക്കട്ടെ. ഇത്തിരി മാർക്ക് കുറവാണെങ്കിലും തൻ്റെ ഇടത്തോടെ എൻ്റെ മാർക്ക് ഇതാണ് എന്ന് പറയാനുള്ള ധൈര്യം കാട്ടുക. വിഷമിക്കേണ്ട കാര്യമില്ല. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് you.